മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമായി പരന്നു കിടക്കുന്ന ഈ ഭൂപ്രദേശത്ത് 2011 ഇന്ത്യ ഗവൺമെന്റ് സെൻസസ് പ്രകാരം ഏതാണ്ട് 1,80,00,000 ആൾക്കാർ വസിക്കുന്നു. ബുന്ദേൽഖണ്ഡ് പ്രദേശത്തെ ഝാൻസി, സാഗർ ജില്ലകൾ ഒഴിച്ച് മറ്റുള്ള ജില്ലകളിലെ 60% ജനങ്ങളുടെയും പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. തുടർച്ചയായുള്ള മഴയുടെ ദൗർലഭ്യത ഭൂഗർഭജലത്തിന്റെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കിയിരിക്കുന്നു. നദികളുടെ ജലം പറ്റുകയും പുൽമേടുകൾ കരിഞ്ഞുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായുള്ള വരൾച്ച മനുഷ്യനെ മാത്രമല്ല മൃഗങ്ങളെയും മറ്റുള്ള ആവാസ വ്യവസ്ഥയെയും മൊത്തമായി ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡ് ഏരിയയിൽ നിന്നും 400-ലധികം കർഷക ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൃഷിയിൽ നിന്നും അല്ലാതെയുള്ള വരുമാന സ്രോതസ്സുകൾ വളരെ കുറവായ സ്ഥലമാണ് സർക്കാരി. വീട്ടുതെറുപ്പും മണൽ ഖനനവുമാണ് തൊഴിൽ തരുന്ന മറ്റ് മേഖലകൾ. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 6,000-ൽ-അധികം ആളുകൾ പ്രതിദിനം ബുന്ദേൽഖണ്ഡ് ഏരിയയിൽ നിന്നും മറ്റുള്ള നഗരങ്ങളിലേക്ക് കുടിയേറും. മഴയുടെ ദൗർലഭ്യം മൂലം ജലം ശേഖരിക്കാൻ വേണ്ടി ഇവിടുത്തെ സ്ത്രീകളും കുട്ടികളും ഒരു ദിവസത്തിന്റെ 4-5 മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ജലം ശേഖരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾ വേറെ ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചീട്ട് കളിച്ചും സ്വറ പറഞ്ഞും സമയം കളയുന്നു. ബുന്ദേൽഖണ്ഡ് പ്രദേശത്ത് വരൾച്ച വളരെ പതിവായ ഒരു പ്രതിഭാസമാണ്. 1896-97 കാലഘട്ടത്തിൽ ഇന്ത്യയെ മൊത്തമായി ബാധിച്ച വരൾച്ച തുടങ്ങിയത് ബുന്ദേൽഖണ്ഡിൽ നിന്നാണ്. അതുപോലെ 1905-6 കാലഘട്ടത്തിൽ വരൾച്ചയും തുടർന്നുണ്ടായ കൊളറയും ബാധിച്ച് ധാരാളം ആൾക്കാർ ഈ ഏരിയയിൽ മരിക്കുകയുണ്ടായി. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ധാരാളം വനഭൂമിയുള്ള പ്രദേശമായിരുന്നു ബുന്ദേൽഖണ്ഡ്. എന്നാൽ മനുഷ്യന്റെ ആർത്തിയും പ്രകൃതിയുടെ താണ്ഡവും ചേർന്ന് ബുന്ദേൽഖണ്ഡിലെ വനഭൂമിയെ മൊത്തമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ചന്ദേല രാജവംശത്തിലെയും ബുന്ദേല രാജവംശത്തിലെയും രാജാക്കന്മാരായിരുന്നു ബുന്ദേൽഖണ്ഡ് ഭരിച്ചിരുന്നത്. വളരെ സമ്പന്നമായ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഭൂപ്രദേശത്താണ് മധ്യ കേരള മഹാനഗരയുടെ അഭിമാനമായ സർക്കാർ മിഷൻ സ്ഥിതി ചെയ്യുന്നത്. 1982-ൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ മിഷൻ പ്രസ്ഥാനം ഇന്ന് ചക്കാരി എന്ന പ്രദേശത്തിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്നു. ചക്കാരി മിഷന്റെ അനുബന്ധമായിട്ട് നടത്തി വരുന്ന സെന്റ് ജെയിംസ് ഹൈസ്കൂളിൽ ഇന്ന് 1200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ചക്കാരി മിഷന്റെ ചാപ്പലിൽ എല്ലാ ആഴ്ചയും ഏതാണ്ട് 12ഓളം കുടുംബങ്ങൾ ദൈവാരാധനയ്ക്കായിട്ട് കടന്നു വരുന്നു. ഇത് റഞ്ജി അച്ഛൻ 2011 മുതൽ 2016 വരെയുള്ള 5 വർഷക്കാലം ചക്കാരി മിഷന്റെ ചുക്കാൻ പിടിച്ച സമർത്ഥനായ വൈദികൻ. ഞങ്ങൾ ചെല്ലുന്ന സമയം അച്ഛൻ തന്റെ ഉത്തരവാദിത്വങ്ങൾ ഓരോന്നും തന്റെ പിൻഗാമി ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കങ്ങളിൽ ആയിരുന്നു. റവറൻ ജിജോ എബ്രഹാം ആയിരിക്കും ചക്കാരി മിഷന്റെ പുതിയ അമരക്കാരൻ. ചക്കാരി മിഷന്റെ ഭാഗമായിരിക്കുന്ന ഭൂമിയുടെ കുറെ ഭാഗത്ത് കൃഷി എടുക്കാറുണ്ട്. അച്ഛൻ രാവിലെ തന്നെ ഞങ്ങളെ തങ്ങളുടെ കൃഷി ഭൂമിയിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ ചെന്ന സമയം ഗോതമ്പ് കൃഷിയുടെ വിളവെടുക്കുന്ന സമയമായിരുന്നു. ഇതാദ്യമായാണ് സർക്കാരി മിഷൻ ഫീൽഡിന്റെ പുരയിടത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും. ഇതിന് മുമ്പുള്ള സമയങ്ങളിൽ വിവിധതരം പച്ചക്കറികളും സസ്യവർഗ്ഗങ്ങളും ഒക്കെയായിരുന്നു ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ജലത്തിന്റെ ദൗർലഭ്യമുണ്ടെങ്കിലും വളരെ ആഴത്തിലുള്ള ബോർവെല്ലിന്റെ സഹായത്തോടെ ജലം എത്തിച്ചിട്ട് ഈ കൃഷിഭൂമിയൊക്കെ കൃഷിയോഗ്യമാക്കി മാറ്റും. ഗോതമ്പ് കൊയ്യാൻ വേണ്ടി കർഷകരുടെ കൂടെ ഞങ്ങളും കൂടി. കൊയ്തെടുക്കുന്ന കറ്റ മെഷീന്റെ സഹായത്തോടെ ഗോതമ്പും കച്ചയുമായിട്ട് വേർതിരിക്കുന്നു. രഞ്ജിയച്ഛനും ജിജു അച്ഛനും ചേർന്ന് ഇവിടുത്തെ കൃഷിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു.
ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് ഞങ്ങളെത്തി. രഞ്ജിയച്ഛൻ ഞങ്ങളുടെ കൂടെ ആഹാരം കഴിക്കുമായിരുന്നു. അച്ഛൻ ചക്കാരിപ്പറ്റിയുടെ ചില വിവരങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ചു. 5-6 വർഷം മുമ്പ് വരെ ഈ തഹസീൽ ഏതാണ്ട് 60,000-70,000 പേരുണ്ടായിരുന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ജോലിയില്ല, പാവങ്ങള, മറ്റു വരുമാന മാർഗ്ഗമില്ല. അതുകൊണ്ട് എല്ലാം ഇവിടുന്ന് പോയി മൈഗ്രേറ്റ് ചെയ്ത് ഭോപ്പാൽ, ഡൽഹി, ഛത്രപൂർ എന്ന് പറഞ്ഞൊരു അടുത്തൊരു സ്ഥലമുണ്ട് MP. ഈ 3 സ്ഥലത്താണ് കൂടുതൽ പോയത്. എന്നാലും മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ. സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളുകളാണ്. 5ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനേ ഉള്ളൂ. ഒന്നുമല്ല 2 പേര്. ഒരു 50,000-60,000 രൂപ ശമ്പളം കിട്ടും. പക്ഷെ അവരുടെ ജോലി മിഡ് ഡേ മീൽ കൊടുക്കാനുള്ളതാണ്. എല്ലാവർക്കും അതേ ഉള്ളൂ. 8ാം ക്ലാസ് വരെ ഓൾ പാസ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ കാണുന്നത് അച്ഛനെ പല പല ആവശ്യങ്ങൾക്കായി കാണാൻ വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ്. പലർക്കും ഫീസുകളും പുതിയ അഡ്മിഷനും ഒക്കെയാണ്. सोमवार को आइएगा और एक प्रवेश परीक्षा जरूर होगा. मासिक लाना पड़ेगा? ना अभी कुछ नहीं, फीस ही भर लाना. हाँ, सोमवार को आप अकेले आ जाओ. लड़की है कि लड़का? लड़का है. कैसे वहाँ पर पढ़ाई वगैरह ठीक ठाक? पढ़ाई तो नंबर वगैरह अच्छा है उसका? थोड़ा सा जानकारी हमको भी लेना है, इसलिए प्रवेश परीक्षा करा रहे हैं. एडमिशन फीस भी कितनी है? ज़्यादा फीस नहीं, ऐसा होगा. ठीक है, सोमवार आएगा. ഏതാണ്ട് 1200 കുട്ടികൾ ചക്കാരി മിഷന്റെ കീഴിലുള്ള സ്കൂളിൽ പഠിക്കുന്നു. മധ്യകേരള മഹായിടവകയുടെ ബൈസെന്ററി ആഘോഷങ്ങളുടെ ഭാഗമായി പണിക്കെടുപ്പിച്ചിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകൾ പ്രവർത്തനത്തിലാകുന്നതോടെ സ്ഥലപ്രവർത്തനത്തിന്റെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്ന് അച്ഛൻ പ്രത്യാശ വെച്ചു. രാവിലത്തെ തിരക്കുകൾ ഏതാണ്ട് ഒഴിഞ്ഞപ്പോൾ രഞ്ജിയച്ഛൻ ഞങ്ങളെ കൊണ്ട് ചക്കാരിയിലെ ഒരു കൃഷിക്കാരന്റെ വീട്ടിലേക്ക് യാത്രയായി. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 6000-ലധികം ആൾക്കാർ പ്രതിദിനം ബുന്ദേൽഖണ്ഡ് ഏരിയയിൽ നിന്നും മറ്റുള്ള നഗരങ്ങളിലേക്ക് കുടിയേറി പോകുന്നു. സ്ത്രീകളും കുട്ടികളും ജലം ശേഖരിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ ആളുകൾ സ്വറ പറഞ്ഞും ചീട്ട് കളിച്ചുമാണ് സമയം കളയുന്നത്. കുട്ടികൾ ജലം സമ്പാദിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് മൂലം അവർക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ബുന്ദേൽഖണ്ഡ് പ്രദേശത്ത് വരൾച്ച പതിവായ ഒരു പ്രതിഭാസമാണ്. 1896-97 കാലഘട്ടത്തിൽ ഇന്ത്യയെ മൊത്തമായി ബാധിച്ച വരൾച്ച തുടങ്ങിയത് ബുന്ദേൽഖണ്ഡിൽ നിന്നാണ്. അതുപോലെ 1905-6 കാലഘട്ടത്തിൽ വരൾച്ചയും കൊളറായും ബാധിച്ച് ധാരാളം ആൾക്കാർ ഈ പ്രദേശത്ത് മരിക്കുകയുണ്ടായി. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ബുന്ദേൽഖണ്ഡ് ധാരാളം മരുഭൂമിയുള്ള ഒരു പ്രദേശമായിരുന്നു. മനുഷ്യന്റെ ആർത്തിയും വരൾച്ചയും ചേർന്ന് ബുന്ദേൽഖണ്ഡിലെ പല പ്രദേശങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ചന്ദേല രാജവംശത്തിലെയും ബുന്ദേല രാജവംശത്തിലെയും രാജാക്കന്മാരായിരുന്നു ബുന്ദേൽഖണ്ഡ് ഭരിച്ചിരുന്നത്. വളരെ സമ്പന്നമായ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. രാജഭരണകാലത്ത് ജലസമ്പാദനത്തിനായി ധാരാളം ജലസംഭരണികളും കുളങ്ങളും ഉണ്ടാക്കിയിരുന്നു. മഴയുടെ അഭാവം മൂലം ഈ ജലസംഭരണികളൊക്കെ പറ്റി വരണ്ടിരിക്കുന്നു. അങ്ങനെ ചരിത്രപരമായി സമ്പന്നമായിരുന്ന ഭൂപ്രദേശം പതുക്കെ പതുക്കെ ദാരിദ്ര്യത്തിന്റെ പടികുടിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. സർക്കാരിലെ റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. മറ്റുള്ള ഇന്ത്യൻ നാടുകൾ കാണുന്ന തിരക്ക് സർക്കാരിൽ നിന്നും ഞങ്ങൾ കണ്ടില്ല. ഒരുപക്ഷെ ജോലി നേടി മറ്റുള്ള നഗരങ്ങളിലേക്ക് കുടിയേറിയത്
പോകാതിരിക്കാൻ പല വീടുകളും റോഡുകളുമൊക്കെ ഒഴിഞ്ഞു തന്നെയായിരുന്നു കിടന്നിരുന്നത്. സർക്കാർ ഈ നഗരത്തിലൂടെയുള്ള യാത്ര പലപ്പോഴും ഏതോ ഒരു പ്രേത നഗരിയിലൂടെയുള്ള യാത്രയായിട്ടാണ് തോന്നിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ പ്രതാപത്തോടും ഐശ്വര്യത്തോടും കൂടെ കഴിഞ്ഞ ഒരു ജനം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ഇപ്പോൾ പ്രയാസമാണ്. ഇവിടെ കാണുന്ന ഓരോ പഴയ നിർമ്മിതിക്കും ഒരു പ്രതാപകാലത്തിന്റെ കഥകൾ പറയുവാനുണ്ടായിരിക്കും. ഞങ്ങളുടെ വണ്ടിയിൽ ചെന്ന് നിന്നത് ദാദ എന്ന വിളിപ്പേരുള്ള ചക്കാരിയിലെ ഒരു ഇടത്തരം കർഷകന്റെ കുടുംബത്തിലായിരുന്നു. ഞങ്ങളെ കണ്ടതും ദാദാക്ക് വളരെ സന്തോഷം. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ദാദ തന്റെ കൃഷിഭൂമിയിലുണ്ടായ കരിമ്പും ഓമക്കായും കൊണ്ട് ഞങ്ങളെ ഇഷ്ടം പോലെ സൽക്കരിച്ചു. ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ 1-2 കരിമ്പിൻ തണ്ടുകൾ തരാനും ദാദ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവധി ദിവസമായിട്ടും സ്കൂളിലേക്ക് കടന്നു വരുന്ന ധാരാളം കുട്ടികളെ കണ്ടു. അവരെ പറ്റി ഞങ്ങൾ അച്ഛനോട് തിരക്കി. കമ്പാഷൻ പ്രോജക്റ്റ് നാഷണൽ പ്രോജക്റ്റിലെ പിന്നെ പിള്ളേരായിരുന്നു. അവരെന്താ ചെയ്യുന്നത്? അവർ ഇതാ ഒരു പാർഷ്യലി ഓർഫൻസ് ആണ്. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ലെവലിലുള്ള പിള്ളേർ. ഇവരെ നമ്മൾ 200 പിള്ളേരുണ്ട്. ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം വെച്ചാൽ ഇവര് എല്ലാം ഇവിടെ ഈ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷി മാത്രമായതുകൊണ്ട് ഇവരിൽ പലരും ക്രിമിനൽസ് ആകും. ഇവരുടെ പേരൻസ് ഓർഫൻസ് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ചത്തുപോയതല്ല, മരിച്ചുപോയതല്ല, പഠിപ്പിക്കാൻ അവരിട്ടിട്ട് പോകും. ഇവിടെ ഫാമിലി റിലേഷൻ അത്ര കാര്യമൊന്നുമല്ല. ഒരാള് ഭാര്യ വേണമെങ്കിൽ ജോലിക്ക് പോയ കൂട്ടത്തിൽ ആരെങ്കിലും കാണുമ്പോൾ പോകും. ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചു വരത്തില്ല. അങ്ങനെ ഇവരെ അങ്ങനെയൊക്കെയുള്ള പിള്ളേർ ഇവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇവരെ നമ്മുടെ കൂടെ നമ്മൾ ഇതിനകത്തൊരു സർവേ ആണ്. വില്ലേജസിൽ പോയിട്ട് 200 കുട്ടികളുണ്ട്. 200 കുട്ടികളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യും. 4 വർഷമായിട്ട് ഇവരുണ്ട്. ഇപ്പൊ ഇവര് നമ്മുടെ മിക്കവാറുള്ള ക്ലാസ്സിൽ, എല്ലാ ക്ലാസ്സിലും ഇല്ലെങ്കിലും പല ക്ലാസ്സുകളിലും 9ാം ക്ലാസ് വരെ ആയി പിള്ളേർ. അവര് പിന്നെ ക്ലാസ്സിൽ 2nd റാങ്ക് 3rd റാങ്ക് വരെയൊക്കെ എത്തി. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഫുഡ്, താമസം അവര് അവരുടെ വീടുകളിലാണ്. കഴിയാൻ വരും ഇവിടെ. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. നമ്മുടെ സ്കൂളിലിരിക്കും. സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ 2-2.5 മണിക്കൂർ അവർക്കൊരു ക്ലാസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഫുഡ് കൊടുക്കും. ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരെയും 100 പിള്ളേരെ കാണത്തുള്ളൂ. അത്രയും പേര് വരും ഈ ഓർഫൻസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള. മൊത്തം 1200 പിള്ളേരില് ഈ 120 പേര് ഇങ്ങനെയുള്ള കുട്ടികൾ. 200 പിള്ളേർ, 194 പിള്ളേർ. അവർ നമ്മൾ ഫണ്ട് ചെയ്യുന്ന ഈ സ്കൂളിൽ ചെറിയ മിനിമം ഫീസ് വാങ്ങിയിട്ട് അവർ ഫണ്ട് ചെയ്യുന്നത് കമ്പാഷന്റെ ഒരു ഫണ്ടിങ് ഉണ്ട്. ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയുടെ ഫണ്ടിങ്. ഓക്കെ, അവര് നമുക്ക് ഇതാ എന്റെ ഓഫീസ്. ഇതല്ലേ? ഇത് കമ്പാഷന്റെ ഓഫീസ് അല്ലേ? ഇതാ ഏറ്റവും അധികം ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ചക്കാരി. ചക്കാരി മിഷനിൽ കുട്ടികളെ പരിശോധിക്കാൻ എത്തിയ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം
കമ്പാഷൻ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന കുട്ടികളിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള അസുഖങ്ങൾ വളരെ കുറവാണെന്നാണ്. മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛനോടും കുട്ടികളോടും ചേർന്ന് ഉച്ചഭക്ഷണം വിളമ്പുന്ന സ്ഥലത്തേക്ക് പോയി. आप लोगों से मिलने के लिए आए हुए हैं, दिल्ली से आए हुए हैं, सब लोग केरल के ही है, अपनी चर्च का मेंबर्स लोग हैं। सब लोग मिलकर एक नमस्ते कर लीजिए जी, ताली बजाएं, स्वागत करें। ठीक है, कोई एक गाना गाओगे क्रिश्चियन वाला? कौन गाना है? एक गीत गाओ, छोटे से, बड़ा वाला नहीं। कौन सी? अरे यार चुप हो गए क्या? सेनाओं का यहोवा गाने जा रहा, ठीक है? आप इस तरफ मोड़ो, इधर आ जाओ, इधर आओ, छाया में आ जाओ, ठीक है? शुरू करें, 1 2 3 स्टार्ट। सेनाओं का यहोवा हमारे संगे संगे है, याकूब का परमेश्वर हमारा ऊंचा घर है। सेनाओं का यहोवा हमारे संगे संगे है, याकूब का परमेश्वर हमारा ऊंचा घर है। जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने पृथ्वी बनाई, सर्वशक्तिमान प्रभु है, ओ यहोवा हमारे संग संग है। सर्वशक्तिमान प्रभु है, ओ यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है, उनका परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है, आपका परमेश्वर हमारा ऊंचा गढ़ है। ആ കുഞ്ഞുങ്ങള് പാർഷ്യലി ഓർഫൻസ് ആയിരിക്കും, അല്ലെ വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. പോവേർട്ടി അവർക്ക് വളരെ പ്രശ്നമായിട്ടുള്ളൊരു സാഹചര്യമാണ്, അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ നിന്ന് പെൺകുട്ടികൾക്ക് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഈ കൾച്ചറിൽ ഉള്ളൊരു കുഴപ്പം, പെൺകുട്ടികളെ ഉണ്ടാകുന്ന ഒരു ശാപമായി കാണുകയും അവരെ പഠിപ്പിക്കേണ്ട, അവരെ വെറുതെ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ മാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അവരെ പെൺകുട്ടികളെ കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അവരെ പ്രാർത്ഥിക്കുകയും അവരുടെ പേരൻസിന്റെ അനുവാദത്തോടു കൂടി അവരെ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ അവരുടെ വിദ്യാഭ്യാസം ടോട്ടലി ഫ്രീ ആണ്. നമ്മുടെ സ്കൂളിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ ടോട്ടലി ഫ്രീ ആയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. അതിനൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ. രണ്ടാമത്, ഈ കുഞ്ഞുങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം എല്ലാ ദിവസവും നമ്മൾ കൊടുക്കും. അവർക്ക് കൊടുക്കുന്നത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ചോറിൻ്റെ കൂടെ നമ്മൾ ദാൽ, പരിപ്പുകൾ, അതിൻ്റെ കറി, അല്ലെങ്കിൽ മുട്ട, അല്ലെങ്കിൽ നമ്മുടെ കടല, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴവർ ഇന്നലെ അതിൻ്റെ അവരുടെ ഹെൽത്ത് സ്ക്രീനിങ് നടക്കുകയായിരുന്നു. ഡോക്ടർക്ക് വളരെ ഇംപ്രസ്ഡ് ആണ് അവരുടെ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അവരെ ദൈവകൃപയെ നല്ല ബലമുള്ള ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ സൃഷ്ടിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളവരെ കൊണ്ടുവരുന്നത്. മറ്റൊരു സന്തോഷകരമായ വാർത്ത, ഇവിടെ പഠിക്കുന്ന കാശുള്ളവരുടെയൊക്കെ മക്കളോടൊപ്പമാണ് ഈ കുഞ്ഞുങ്ങളും സ്കൂളിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരിൽ ഈ 200 കുഞ്ഞുങ്ങളിൽ ഏകദേശം ഒരു 20 പേരോളം പല ക്ലാസ്സുകളിൽ സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിലൊക്കെ എത്തിയിരുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അഭിമാനകരമായൊരു നേട്ടമാണ്.
ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവരുടെ വളർച്ചയ്ക്കുമൊക്കെ ദൈവം അവരെ തീർച്ചയായും സഹായിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇവരെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവർക്ക് ഗിഫ്റ്റുകളും ഒക്കെ നമ്മൾ കൊടുക്കുകയും അവരെ അതുകൊണ്ട് ഒരു മോട്ടിവേറ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ. പ്ലസ് ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്കോപ്പ് എന്താ? ഈ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പുറകോട്ടുള്ള സ്ഥലമാണല്ലോ. ഇവിടുത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ അല്ല ഇവർക്കുള്ളത്. ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഓറിയന്റേഷനും വളരെ മോശമാണ്. ഇവിടെ ഞങ്ങൾ ചർക്കാരിയിൽ ചെന്നതിന്റെ അടുത്ത ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഗ്രാമത്തിലെ കുറെ വിശ്വാസികളുടെ കൂടെ രഞ്ജിയച്ചന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തു. कि आपकी प्रभु यहाँ से जीवता है और आपको बाद में मिल सकता है।
देखिए प्रभु यीशु मसीह जब जी रहा है, दो बातें हैं हम लोग को रोज हम लोग को मजबूत करते हैं। एक तो है डरो मत, ये बात बहुत स्पष्ट है, किसी बातों से हम लोग डरने की कोई जरूरत नहीं है। यीशु मसीह जब मतलब सबसे बड़ी बात हम लोगों को है डरने की बात है कि मौत या मरने के टाइम कोई अपनी जान छोड़ने का मन नहीं है। अब 90 साल की हो, 100 साल की हो या जवान हो, बच्चे हो, फिर भी जब अपनी जान हमसे हम लोगों से निकल जाए या निकलने के टाइम हम लोग बहुत मतलब प्रॉब्लम में, परेशानी में आ जाते हैं, उससे ज्यादा कोई बड़े डर नहीं। बस ആരാധന കഴിഞ്ഞുള്ള സമയം ഞങ്ങൾ ആരാധനയ്ക്കായി കടന്നു വന്ന വിശ്വാസികളെ പരിചയപ്പെടുകയും അവരുമായി സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യും. തികച്ചും സാധാരണക്കാരായ ആളുകളായിരുന്നു ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരും. ചിലർക്ക് അവർക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങളോട് പറയുകയുണ്ടായി. हिंदू है लेकिन वो यीशु मसीह के बारे में जानते हैं, बच्चे निकले हैं, अच्छा पढ़ाई काफी परिवर्तन हुआ है। जय मसीह साहब। सही आपने बोला कि मसीह में अगर ऐसा बोले तो 1982 ഈ മിഷനെ കുറിച്ച് ഉള്ള ആദ്യത്തെ ചിന്തകൾ ആരംഭിക്കുന്നത്. ഉത്തർപ്രദേശിൽ തന്നെ ഗാസിപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മിഷന്റെ തുടക്കം. കുറുളഞ്ഞി ഇടവക അംഗമായ പെരളച്ചിത്ര കുടുംബാംഗമായ PN നയനാൻ സാറാണ് ഈ ഒരു ഉത്തരേന്ത്യയിലൊരു മിഷൻ ഫീൽഡിനെ കുറിച്ച് ആദ്യമേ ചിന്തിക്കുകയും അദ്ദേഹത്തിലൂടെയാണ് ഈ പ്രവർത്തനങ്ങൾ ആദ്യമായിട്ട് ആരംഭിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ ജോലി ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടുത്തെ സാധാരണക്കാരായ വർക്കേഴ്സിനെയും കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. പക്ഷേങ്കിൽ അദ്ദേഹം വിചാരിച്ചതുപോലെ അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകാഞ്ഞതുകൊണ്ടും തുടർന്നത് അദ്ദേഹത്തിന് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ വിഷമതകൾ കൊണ്ടും അത് മധ്യകേരള മഹായിടവുമായി ബന്ധിപ്പിക്കുകയും അന്ന് ബിഷപ്പായിരുന്ന മാണി തിരുമേനി ഇത് ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് 1985 CK ചാക്കോച്ചനെ അയക്കുകയും അന്ന് അലഹബാദ് ബിഷപ്പ് ഡയസിസുമായൊക്കെ ബന്ധപ്പെട്ട് ആഗ്ര ഡയസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഗാസിപൂരിൽ നിന്ന് മാറി മഹോബ എന്ന് പറയുന്ന അന്ന് ഹമീർപൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഹോബ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. CNIയുടെ അല്പം പ്രോപ്പർട്ടി അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് അന്ന് ഇതിനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. എന്നാൽ വിശ്വാസികളായവർ വളരെ കുറവായിരുന്നു. അങ്ങനെ മഹോബയിൽ താമസിച്ചുകൊണ്ട് CK ചാക്കോ അച്ഛൻ ആണ് മഹോബയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കും സൈക്കിള് ചവിട്ടിയും അല്ലാതെയും ഒക്കെ യാത്ര ചെയ്ത് ആണ് അവസാനം ചെർക്കാരിയിലെത്തി. ചെർക്കാരി ഒരു സൂട്ടബിളായ ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി. അന്ന് തന്നെ വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ചെർക്കാരി. അങ്ങനെ ചെർക്കാരിയിൽ വരികയും ചെർക്കാരിയിലെ ചില മുസ്ലിം കുടുംബങ്ങളുമായിട്ടും അതുപോലെ ചില 1-2 ഹിന്ദു കുടുംബങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ടായി. അതിലൂടെ അവർ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ 1985 മുതൽ ആരംഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ 85-ലും അച്ഛന് അവിടെ തന്നെയാണ്, മഹോബയിൽ തന്നെയാണ് താമസിച്ചത്. 88-ലാണ് ഇവിടെ ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് ഇടയായിത്തീർന്നു. വളരെ വിഷമതയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കുറിച്ച് ഒട്ടും പരിചിതമല്ലാത്തൊരു ദേശമായിരുന്നു. അതുകൊണ്ട് ആരും സ്ഥലം നൽകാൻ തയ്യാറായില്ല. അച്ഛനെ ഒത്തിരി പേര് കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ 88ഓടുകൂടി ഈ ഒരു ചെറിയൊരു സ്ഥലം റോഡ് സൈഡിൽ നമുക്ക് കിട്ടാനായിട്ടിടയായി. ഇതിന്റെ പ്രധാന കാരണം ഈ റോഡ് വിജനമായൊരു റോഡായിരുന്നു. ഇതിന് തൊട്ടടുത്ത് ചുടുകാടുള്ള സ്ഥലമാണ്. അങ്ങനെ മനുഷ്യരാരും വന്ന് താമസിക്കുകയില്ല എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ ഭാഗമൊക്കെ ആയിരിക്കാം അന്ന് അച്ഛൻ ഈ സ്ഥലം ലഭിക്കാനിടയായത്. എന്നാലൊരു മുസ്ലിങ്ങളാണ് ഈ സ്ഥലം നൽകിയത്. 1985 ആദ്യത്തെ വിശ്വാസി സ്നാനപ്പെടുത്തി. ഗാനിറാം എന്ന് പറയുന്ന ഒരു ആളാണ്. അദ്ദേഹത്തെ ഗാനിറാം സ്റ്റീഫൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഭാര്യയെയും അന്ന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെയും 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെയും സ്നാനപ്പെടുത്തി. തുടർന്ന്
അവരും ഈ ക്യാമ്പസിനോട് ചേർന്ന് തന്നെ അവരും സ്ഥലം വാങ്ങിച്ചു, അല്ലെങ്കിൽ മിഷന്റെ സ്ഥലവും അവർക്കൂടെ കൊടുത്ത് അവരെയും കൂടെ താമസിപ്പിച്ച് അങ്ങനെ മിഷന് ഇവിടെ ആരംഭിക്കാനായിട്ടാണ് ഇടയായി തീർന്നത്. 1992 അച്ഛന് ഇവിടുന്ന് പോയി. അതോടുകൂടി രാജു ജേക്കബ് അച്ഛൻ ഇവിടെ കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. 1992 തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ചെറിയൊരു സ്കൂൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഒരു ചെറിയ രീതിയിലൊരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. 92 ശേഷം രാജുവച്ചൻ വന്ന് 94 ആ സ്കൂള് വിപുലമാക്കാനായിട്ട് ശ്രമം ആരംഭിച്ചു. 94 ആരംഭിച്ച ആ പ്രവർത്തനങ്ങൾ ഏകദേശം 98 അതൊരു റെക്കഗ്നൈസ്ഡ് പ്രൈമറി സ്കൂളായിട്ട് 5ാം ക്ലാസ് വരെ അഫിലിയേഷൻ ലഭിക്കുന്ന ഒരു പ്രൈമറി സ്കൂളായിട്ട് അത് മാറി. അങ്ങനെ 98 ഏകദേശം 150 പിള്ളേരുള്ള ഒരു ചെറിയ സ്കൂളായിട്ട് ഇത് രൂപപ്പെട്ടു. സെന്റ് ജെയിംസ് സ്കൂൾ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. കാരണം ഇത് സെന്റ് ജെയിംസ് ഡേയിലാണ് ഇതിന് ഡെഡിക്കേഷൻ നടന്നത് ഈ മിഷനെ കുറിച്ച്. അതുകൊണ്ട് സെന്റ് ജെയിംസിന്റെ പേരിലാണ് ഈ സ്കൂള് അന്ന് ആരംഭിച്ചത്. 98 അത് ആരംഭിച്ചു. അന്ന് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഈ സ്കൂള് ഇവിടെ നടത്തപ്പെട്ടു. എന്നാൽ 2005 ഈ സ്കൂള് ഹൈസ്കൂളായി മാറുകയാണ് ചെയ്തത്. അത് 2006 രാജു ജേക്കബ് അച്ഛൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. എന്നാൽ റോബിൻ കെ പോൾ അച്ഛൻ അതിനുശേഷം വന്നു. അച്ഛനാണ് സ്കൂളിന്റെ ഹൈസ്കൂളായ സ്കൂളിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും തുടർന്ന് അച്ഛന്റെ കാലത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. 2014 ഈ സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർത്തപ്പെട്ടു. ഇന്ന് ചെർക്കാരിയിലുള്ള 2 പ്രൈവറ്റ് സ്കൂളുകളാണുള്ളത്. പ്രധാനമായിട്ട് അതിൽ ഏറ്റവും പ്രധാന സ്ഥാനത്ത് സെന്റ് ജെയിംസ് ഇന്റർ കോളേജ് എന്ന പേരിൽ നമ്മുടെ സ്കൂള് ഇവിടെ നിലനിൽക്കുന്നു. ഏകദേശം 1200 കുഞ്ഞുങ്ങൾ 40 ഗ്രാമങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും ഇവിടെ വരികയും പഠിക്കുകയും പോവുകയും ചെയ്യുന്നു. ഗ്രാമ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, സെക്യുലർ വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഒരു ശ്രമമാണ്. അതോടൊപ്പം ക്രിസ്തീയ സാക്ഷ്യം ഉള്ളവരായി നമുക്ക് അവിടെ ജീവിക്കുവാനും അവരുടെ മുമ്പിൽ നിൽക്കുവാനുമുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മിഷനാണ്. നമുക്ക് പല രീതിയിലുള്ള മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. ഡയറക്റ്റ് ഇവാഞ്ചലിസം ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മിഷനുണ്ട്, അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ മിഷനുണ്ട്. അങ്ങനെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മിഷനാണ്. 2015 നമ്മുടെ സ്കൂളിന് നാഷണൽ മൈനോറിറ്റി കമ്മീഷന്റെ അഫിലിയേഷനും ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. 2015 മാർച്ച് മുതൽ നമ്മുടെ സ്കൂളിൽ ബോർഡ് എക്സാംസ് നടത്താനായിട്ട് ഗവൺമെന്റ് തിരഞ്ഞെടുത്തു. പ്രത്യേകിച്ച് UP പോലൊരു സംസ്ഥാനത്ത് ബോർഡ് എക്സാം നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് സ്കൂൾസിനെ അത് അനുവദിക്കാറില്ല. ഇവിടെ ഒത്തിരി കറപ്റ്റഡ് ആയതുകൊണ്ട് എന്നാലും അതിനായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തു. അതൊക്കെ ഒരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സ്റ്റാഫ് ഏകദേശം ഡ്രൈവർമാർ എല്ലാവരോട് ചേർന്ന് നമുക്ക് ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഏകദേശം 40 പേരോളമുണ്ട്. പിന്നെ അല്ലാതെ ഏകദേശം നമ്മൾ 58 പേരോളം നമുക്ക് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മാസവും. പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് അധികം കൊടുക്കേണ്ട, എന്നാലും 7,000 മുതൽ 8,000 9,000 രൂപ വരെ ഒക്കെ സാലറി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ഒരു മാസം നമുക്ക് ഈ വിധത്തിൽ റണ്ണിങ് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ബസ്സുകളുണ്ട്. 4 പുതിയ ബസ്സുകളാണ്. അത് നമ്മൾ ഗ്രാമങ്ങളെ കവർ ചെയ്യുന്നു. ഇനി ഒരു ബസ്സിന്റെയും കൂടെ ആവശ്യമുണ്ട്. ഇനിയിപ്പം ഈ വർഷം പുതിയൊരു ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 50 കുഞ്ഞുങ്ങളെ അവർ അയക്കാൻ തയ്യാറാണ്. പക്ഷെ ബസ്സിന് വാങ്ങിക്കാൻ നമുക്ക് കാശില്ല. ഈ വർഷങ്ങളിൽ നമുക്ക് ഒത്തിരി കെട്ടിടങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ സാമ്പത്തിക നമുക്ക് ഭദ്രതയില്ലായിരുന്നുവെങ്കിലും നമ്മുടെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആ പണികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഇടയായിരുന്നു. അതുകൊണ്ട് മിഷനിൽ ധാരാളം സാമ്പത്തികമായ ക്രമീകരണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളൊക്കെ പണിതെല്ലാം കടമാണ്. ഇപ്പോഴത്തെ മനുഷ്യർ നമുക്ക് കടം തരാൻ തയ്യാറായതുകൊണ്ടാണ് അതൊക്കെ സാധിച്ചത്. പക്ഷെ ആ കാശൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ വരുന്നവരാരും കള്ളന്മാരല്ല എന്നുള്ള നല്ല ഉറപ്പ് അവർക്കുള്ളതുകൊണ്ട്, നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് അവർക്കുള്ളതുകൊണ്ട് അവർ നമുക്ക് കാശൊക്കെ സാധനങ്ങൾ കടമായിട്ട് തരുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്കും കാശ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതിന് ശേഷം ആരംഭിച്ചത് നമ്മുടെ ഒരു മെഡിക്കൽ മിനിസ്ട്രിയാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് മഹോബയാണ്. അവിടെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഉണ്ട്. പക്ഷെങ്കിൽ അവിടെയൊന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ല. ചെറിയൊരു കാര്യമായിട്ട് ചെന്നാൽ പോലും അവർ നമ്മളെ എവിടോട്ടേലും റെഫർ ചെയ്യും. ഝാൻസിക്ക് റെഫർ ചെയ്യുന്നത്, ഝാൻസി മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് റെഫർ ചെയ്യും. അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ നമ്മളെ റെഫർ ചെയ്യുന്നത്
ഗ്വാളിയറിനായിരിക്കും. ഇതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ നമ്മളിവിടെ ഒരു മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. അങ്ങനെ വെല്ലൂർ പഠിക്കുന്ന നമ്മുടെ സ്പോൺസേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സായിട്ട് പാസ് ഔട്ട് ആവുന്നവരെയായിരുന്നു ഇവിടെ നിയമിച്ചത്. എന്നാൽ അതെന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് രണ്ടാമത്തെ ഡോക്ടർ വന്നതിന് ശേഷം, ആദ്യമേ ഡോക്ടർ ജോഷുവ കോശി, കൊല്ലം ഇടവക മെമ്പറായിരുന്നു ഡോക്ടർ ജോഷുവ കോശി ആയിരുന്നു. അതിനുശേഷം കുമ്മനാട് CSI അംഗമായിരുന്ന അനു എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആയിരുന്നു. എന്നാലും അനു ഡോക്ടർ വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഉണ്ടാകുകയും പിന്നീട് അത് നിന്നുപോവുകയും ചെയ്തു. അതിനു മുമ്പ് അതൊക്കെ ഒരു കുറച്ച് നാളുകൾ അതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത്, അന്ന് ഗവൺമെന്റ് അംഗീകരിച്ചിരുന്നു. അതായത് നമ്മുടെയൊക്കെ ഇതുപോലെയൊക്കെ സ്കൂളുകളിലും മറ്റ് ഇതിലും NGOസിന് ഐ ക്യാമ്പുകൾ നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ രാജു ജേക്കബച്ചന്റെ കാലത്ത് ഛത്രപൂർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുത്തി മഹോബ മെഡിക്കൽ ബോർഡുമായിട്ടൊക്കെ മഹോബ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഇവിടെ നമ്മൾ അനേകം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. തണുപ്പ് കാലത്താണ്, ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള കാലങ്ങളിലായിട്ട് 6-7 ക്യാമ്പുകളൊക്കെ നടത്തിയ വർഷങ്ങൾ ഇവിടെയുണ്ട്. ഒരു ക്യാമ്പിൽ 100 മുതൽ 120, 140, 150 പേര് വരെ ദൈവകൃപയിൽ ഓപ്പറേഷൻ നടത്തി അവർ പോയിട്ടുണ്ട്. ഫ്രീസ്മെന്റ് അല്ല, നമ്മളെ ആവശ്യം മനസ്സുള്ള ഒരു ടീം നമുക്കിവിടെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനകത്ത് നമുക്കിത് ആരംഭിക്കാനായിട്ട് സാധിക്കും. ശരിയായിട്ട് ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ഇതിന് പുറത്ത് ക്യാമ്പ്സ് ഒരു ചെറിയൊരു സ്ഥലം വാങ്ങിച്ച് ഈ 10 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ ചെയ്യും. കണ്ടിന്യൂറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് അതെ പിന്നെ അതെ അതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ സൈഡിൽ നിൽക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം. ഈ പ്രോബ്ലം സ്കൂളിലും ഉണ്ട്. സ്കൂളിൽ നമുക്ക് സ്റ്റാഫിനെ ശരിക്കും നമുക്ക് കിട്ടാനില്ല. പ്രത്യേകിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മലയാളി സ്റ്റാഫ് വന്ന് പ്രവർത്തിച്ചാൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സ്റ്റാൻഡേർഡ് ഉണ്ടാകുമെന്ന്. കാരണം ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് അവർ കണ്ടിട്ടുള്ളത് അവർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശ്രമം നമുക്കുണ്ടാകുന്നതല്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പം യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കാരണം എല്ലായിടത്തും 10,000, 20,000, 30,000 സാലറി കിട്ടുന്നിടത്ത് നമുക്ക് അത് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഒരു റിട്ടയർ ചെയ്തിട്ടിരിക്കുന്നവരോ ജോലി ഇല്ലാതെയൊക്കെ കഴിയുന്ന ഫാമിലികൾ ഉണ്ടല്ലോ, അവർക്ക് ഇവിടെ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്ന് വളരെ പേര് റിട്ടയർ ചെയ്ത് വീടുകളിൽ വെറുതെ ഇരിക്കുന്നുണ്ട്. അവരുടെ കഴിവും അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം. അത് പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് സാധിക്കുന്നില്ല. മധ്യകേരള സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ ഒരു വലിയ സമ്പത്തുള്ള ഒരു മഹാടയാണ്. റിക്വസ്റ്റ് ഇതാണ്, ഈ അതെ അതെ 1-2-3 വർഷം അവരിവിടെ വന്ന് താമസിക്കാനും അവർക്ക് ഭക്ഷണം, അവർക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരാളെ നമുക്ക് കിട്ടുന്നില്ല. അതാണ് നമുക്കുള്ള ഇപ്പോഴത്തെ ഒരു വില. സർക്കാരിക്ക് ചുറ്റുപാടുമുള്ള 40 ഗ്രാമങ്ങളെയാണ് നമ്മളിതിനെ. ഈ 40 ഗ്രാമങ്ങളിലപ്പോൾ നല്ല സ്കൂളുകളൊന്നും ഇല്ല. ഇല്ല, ഗവൺമെന്റ് സ്കൂൾസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫീസിന്റെ നമ്മുടെ നമ്മള് ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ 250 രൂപയാണ് വാങ്ങിക്കുന്നത്. കൊച്ചു സ്കൂളിലൊക്കെ 180-150 മിനിമം ഫീസാണ്. നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാതെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് വാങ്ങുന്നു. പക്ഷെ അതുകൊണ്ട് അത് കിട്ടുന്നില്ല. അത് കിട്ടിയാൽ നമുക്ക് പര്യാപ്തമല്ല. നമ്മളതുകൊണ്ടാണ് ഈ ഫണ്ട് റേസിംഗ് ഒരു വലിയ പ്രശ്നമായിട്ട് വരും. എൻ്റെ പേര് ജിജോ എബ്രഹാം. എൻ്റെ സ്വദേശം കോട്ടയത്തിനടുത്തുള്ള കോത്തല എന്ന സ്ഥലമാണ്. ഞാൻ 2016 ജൂണിൽ സർക്കാർ മിഷനിൽ ജോയിൻ ചെയ്തു. 1 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് സേവനങ്ങൾ ചെയ്യുവാനായിട്ടും ഇവിടെ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ 10-20ഓളം മലയാളികൾ സേവനം ചെയ്തിരുന്ന ഒരു മിഷൻ പ്രദേശമാണ് ഇവിടെ. ഇന്ന് മലയാളികൾ തീരെ കുറവാണ്. ഈ ട്രാൻസ്ഫറോടുകൂടി റെഞ്ചിയച്ചൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഇനി തുടർന്ന് ഞാനാണ് ഇവിടെ ഇതിൻ്റെ ചുമതല ഏൽക്കുന്നത്. നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന, ഇവിടെ സേവനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ സർക്കാർ മിഷനുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ സ്കൂളിലെ പ്രവർത്തനങ്ങളിലും അതുപോലെ കമ്പാഷൻ്റെ പ്രവർത്തനങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങളിലും ഒക്കെ സർക്കാർ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സേവനങ്ങൾ, നിങ്ങളുടെ സഹായങ്ങളെന്നും പ്രാർത്ഥനകളെന്നും മിഷനോട് ചേർന്നുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു.